പറഞ്ഞുള്ളൂ, അത് മുസൽമാന്റെ വിവരക്കേടാണെന്നാണ് ഞാൻ പറയാം. വേദക്കാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു പ്രയോഗം, എഴുതാനും വായിക്കാനും അറിയാത്തവർ അവരിൽ മിക്കവരും. വേദഗ്രന്ഥത്തെ കുറിച്ച് കുറെ ഊഹാപോഹങ്ങളും ധാരണകളും മാത്രമേ അവർക്ക് അറിയുകയുള്ളൂ. ഈ ഒരവസ്ഥയിൽ ഒരു സമുദായം എത്തിപ്പെട്ടപ്പോ ആ സമുദായം നശിപ്പിക്കപ്പെട്ടവരായി മാറി, അധകൃതരായി മാറി എന്ന് ഖുർആൻ പറയുന്നു. ഞാനൊരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, ഹക്കായിട്ട് യഥാർത്ഥത്തോടു കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്താ മുസ്ലിം സമുദായത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി? ക്രൈസ്തവയെ നേരിടാം, മിഷനറി പ്രവർത്തനത്തെ നേരിടാം, ആയുധ കൂമ്പാരത്തെ നേരിടാം, ജൂതായുധത്തിനെ നേരിടാം, എന്തിനേയും നേരിടാം. മുസൽമാൻ എന്താണെന്ന് അറിയാമെങ്കിൽ, ദീൻ എന്താണെന്ന് അറിയാമെങ്കിൽ ഇതൊന്നും വിഷയമല്ല. ഈ സമുദായത്തിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങൾക്ക് തന്റെ മതം എന്താണ്, അതിന്റെ സന്ദേശം എന്താണ്, അതിന്റെ ചൈതന്യം എന്താണ്, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് വിവരക്കേടുള്ള ഒരു ജനതയുമായിട്ട് എങ്ങനെയാണ് ഈ വെല്ലുവിളിയെ നേരിടുക? അതുകൊണ്ടാണ് എന്റെ ചിന്ത അവിടെ ചെന്ന് അവസാനിക്കുന്നത്. മുസൽമാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ സമുദായത്തിന്റെ ഉള്ളിൽ നിന്നാണ്. പറ, ഈമാൻ കാര്യങ്ങൾ തെറ്റാതെ പറയില്ല പലരും. നിങ്ങളെ നിസ്സാരപ്പെടുത്തിയതല്ല ഞാൻ. 6 ഈമാൻ കാര്യങ്ങളുടെ ആശയങ്ങൾ ചോദിക്കാതെ ഒന്ന് ക്രമമായി പറഞ്ഞാൽ പോലും തെറ്റുന്നു. ഈമാൻ കാര്യം ചോദിച്ചാൽ ഇസ്ലാം കാര്യ പറയാം. ഇസ്ലാം കാര്യം ഇത് എന്റെ ഉദാഹരണ അനുഭവമാണ്. പലപ്പോഴും മുതിർന്നവരിൽ, കുട്ടികളിലല്ല ഞാൻ സംസാരിക്കുന്നത്. ഈ കിതാബിലെ പടച്ചവനിറക്കിയ കിതാബ് അതിനെ അവഗണിച്ചിട്ട്, അതിനെ ഓതാതെ പഠിക്കാതെ, അതിനൊരാഴത്തിന്റെ അർത്ഥം പോലും അറിയാത്തവരായി സമുദായത്തിലെ നല്ലൊരു ശതമാനം ആളുകൾ. പറ, ഈ കഴിഞ്ഞ ഒരു കൊല്ലം തീരാൻ പോവാണ് റമദാനാവുമ്പോ എത്ര ആയത്തിന്റെ അർത്ഥം പഠിച്ച്? നാം ഒരുമിച്ച് കൂടിയത് മുസ്ലിം സമുദായം നേരിടുന്ന വെല്ലുവിളികളെ പറ്റി സംസാരിക്കാനാ. ആ വെല്ലുവിളികൾ നേരിടാൻ പടച്ചവനിപ്പോ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് എന്നെയും നിങ്ങളെയാ. ആ വെല്ലുവിളികൾ എമ്പാടുമുള്ള ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ നിങ്ങൾ വരുന്നത്. അതിന്റെ വിഷമങ്ങളും ഉറക്കമില്ലായ്മയും അനുഭവിക്കുന്നവരാ നമ്മളൊക്കെ. എന്നാ പറ, ഈ വേദനയും വിഷമവും പുറത്ത് കാണിക്കുന്ന ആത്മാർത്ഥമാണെങ്കിൽ, ആത്മാർത്ഥതയോടുകൂടിയാണെങ്കിൽ നെഞ്ഞത്ത് കൈവച്ച് പറ, ഒരു വർഷത്തിനിടയ്ക്ക് എത്ര ആയത്ത് പഠിച്ചു, അതിന്റെ അർത്ഥം പഠിച്ചു, അതിന്റെ ആശയം മനസ്സിലാക്കി. ആവശ്യമില്ലാത്ത ചാനലുകൾ കണ്ട് മണിക്കൂറുകൾ തുലക്കാൻ, ആവശ്യമില്ലാത്ത പീരോടിക്കലുകൾ വായിച്ച് സമയം കൊല്ലാൻ, വേണ്ടാത്ത വർത്തമാനങ്ങളിൽ സമയം നശിപ്പിക്കാൻ എമ്പാടും സമയം കണ്ടെത്തുന്നവരാ നമ്മളൊക്കെ. അവിടെയൊന്നും സമയക്കുറവില്ല. എത്ര സമയം വേണമെങ്കിലും ബടായി പറഞ്ഞിരിക്കും, എത്ര സമയം വേണമെങ്കിലും കോർണേഷൻ ചെലവഴിക്കും, എത്ര സമയം വേണമെങ്കിലും ഒരു മൊട്ടുസൂചി വാങ്ങാൻ സൂപ്പർ മാർക്കറ്റുകളിൽ ചെലവഴിക്കും. അതിനൊക്കെ സമയമുണ്ട്. അള്ളാന്റെ കിതാബ് പഠിക്കാൻ ആഴ്ചയിൽ 1 മണിക്കൂർ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അതിന് സമയമില്ല. ആ ആണിനും ഒഴിവില്ല, പെണ്ണിനും ഒഴിവില്ല. അല്ലേ? പഠിക്കുന്നവരെ ഞാൻ പ്രകീർത്തിക്കുന്നു. ആ സ്വഭാവം തുടരുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊരു ചെറിയ കാര്യമല്ല. ഇസ്രായേൽ സെന്റർ നടത്തുന്ന ഖുർആൻ ലേണിംഗ് ക്ലാസ്സുകളിൽ ആണ് കുറഞ്ഞതിന്റെ പേരിൽ നിങ്ങളോട് അതിന് ആഹ്വാനം ചെയ്യാൻ വന്നതല്ല. ഞാനും നിങ്ങളും കണ്ടുമുട്ടിയെന്നതും അള്ളാഹു ഒരു വീട്ടിൽ വെച്ച് പടച്ചവന് പൊരുത്തമുള്ള ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാൻ നമുക്ക് സമയം കണ്ടെത്തിയെന്നും സത്യമാണെങ്കിൽ അതിന്റെ അനന്തര ഫലമായി കിട്ടേണ്ട ഒരു ഗുണമാണ് ഞാൻ ഈ പറയുന്നത്. ഒരു വിഭാഗം പടച്ചവനിറക്കിയ ഗ്രന്ഥത്തെ അവഗണിച്ചാൽ അത് പടച്ചവൻ അവഗണിക്കുന്നതിന് തുല്യമാണ്. ഈ ദുനിയാവിൽ മനുഷ്യരെഴുതിയ ഒരുപാട് പുസ്തകങ്ങളും ലേഖനങ്ങളുമുണ്ട്. അത് വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്തവരായിരിക്കാം, ആവട്ടെ, ജീവിതത്തിന്റെ ഭാഗമാണത്. പക്ഷെ പടച്ചവന്റെ കലാമായി അഭിമാനിക്കാൻ, അവകാശപ്പെടാൻ ഒരൊറ്റ കിതാബേ ഉള്ളൂ, അത്ഭുതം നിറഞ്ഞ വിശുദ്ധ ഖുർആൻ. ഈ ഗൾഫ് നാട്ടിൽ എത്തിപ്പെട്ടിട്ട് സമയങ്ങൾ പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയങ്ങളും സന്ദർഭങ്ങളും കിട്ടിയിട്ട് എന്റെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാനിതാ ഖുർആൻ എടുത്തു വരുന്നു, എനിക്ക് പഠിക്കണമെന്ന് തോന്നാത്തത് എന്താ? അറിഞ്ഞുകൂടാ. പ്രവാചകനെ കുറിച്ച് ചോദിച്ചാൽ അബൂ താലിബും അബ്ദുൽ മുത്തലിബും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ തെറ്റും. പ്രവാചകന്റെ 10 പേര് ചോദിച്ചാൽ തെറ്റും. പ്രവാചകന്റെ ജീവിതത്തിന് ഒരു ഔട്ട്ലൈൻ ചോദിച്ചാൽ തെറ്റും. പ്രവാചകന്റെ മക്കളെ കുറിച്ച് ചോദിച്ചാൽ തെറ്റും. പറ, തന്റെ നേതാവായി താൻ അംഗീകരിച്ച് തന്റെ നേതാവിനെ കുറിച്ച് അഷ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ മുഹമ്മദ്, അള്ളാഹു തെരഞ്ഞെടുത്ത മഹൽ പുരുഷൻ, തന്റെ അന്ത്യപ്രവാചകനാവാൻ അള്ളാഹു തെരഞ്ഞെടുത്ത മഹാൻ, ആ മഹാന്റെ അനുയായിയായി കഴിഞ്ഞത് ജീവിതത്തിലെ സൗഭാഗ്യങ്ങളിൽ വെച്ച് സൗഭാഗ്യമായി മനസ്സുകൊണ്ട് താലോലിക്കുന്ന മുസൽമാനോടാണ് ചോദിക്കുന്നത്. ആ പ്രവാചകനെ കുറിച്ച് ചോദിച്ചാൽ തെറ്റുന്നു. അറിയണമെന്നൊരാഗ്രഹം പോലുമില്ല. ഇതൊക്കെ മതി എന്നാ തീരുമാനിച്ചിരിക്കുന്നത്. ഇതര മതവിഭാഗങ്ങളുമായി എത്രത്തോളം അടുക്കണം, അകലണം അറിഞ്ഞുകൂടാ. അടുക്കാൻ തുടങ്ങിയ ഒന്നായിട്ട് അടുക്കല, അകലാൻ തുടങ്ങിയ ഒന്നായിട്ട് അകലില്ല. എന്തു ആവും? അത് അമ്പലത്തിൽ പോയി തലകുത്തിമറിയിൽ വരെ ചെയ്യാമെന്ന ചുറ്റുപാട്. അടുക്കാൻ തുടങ്ങിയാൽ, അകലാൻ തുടങ്ങിയ ശത്രുതയാ പലപ്പോഴും.
മുസൽമാന്റെ കഴിഞ്ഞ കാല ചരിത്രം എന്താണ്? അറിഞ്ഞുകൂടാ. മുസൽമാൻ ഈ ലോകത്ത് നൽകിയ സംഭാവനകൾ എന്താണ്? അറിഞ്ഞുകൂടാ. എനിക്കെന്തിനാ ഞാൻ കൂടുതൽ പറയേണ്ടത്? അറിവില്ലായ്മയുടെ കൂമ്പാരമാണ് മുസൽമാൻ. അത് മുസ്ലിം സ്ത്രീയും പുരുഷനും ചെറുപ്പക്കാരും ഒക്കെ അതാണ്. ചീത്ത പറഞ്ഞതല്ല ഞാൻ, ആക്ഷേപിച്ചതല്ല ഞാൻ. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഈ ക്ലാസ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങളിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്തയുടെ വശം പറഞ്ഞതാണ്. നിങ്ങൾ എന്റെ ക്ലാസ്സിൽ വന്നിരിക്കണമെന്നല്ല പറയുന്നത്. പഠിക്കാനുള്ളൊരു ത്വര, ഒരു താല്പര്യം മനസ്സിൽ ബാക്കി വെക്കുക. സമയവും ഒഴിവും കിട്ടുമ്പോൾ, റമദാനാണ് വരുന്നത്, മറ്റു സമയങ്ങളാണ് വരുന്നത്, സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആൻ എടുത്ത് കൈവിൽ വെക്കുക. പ്രവാചകനെ കുറിച്ച് പഠിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കാൻ, ഖുർആനെ കുറിച്ച് പഠിക്കാൻ, അള്ളാഹിനെ കുറിച്ച് പഠിക്കാനുള്ള മനോഭാവം മനസ്സിൽ വെക്കുക. ഖുർആൻ പഠിച്ച് മനസ്സിലാക്കിയ ഒരു മനുഷ്യന്റെ തല താഴൂല, ഉറപ്പാ. ഒരു സമുദായം ഖുർആനുമായി ഓടി നടക്കുന്ന ഒരു സമുദായത്തെ തളർത്താൻ ഒരു ശക്തിക്കും കഴിയില്ല. ചരിത്രം എത്ര ഉദാഹരണം പറയണം ഞാൻ നിങ്ങളോട്? എത്ര പറയണം? എന്താ സഹാബികളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം ലോകത്തിന് മുമ്പിൽ കടന്നു ചെല്ലുമ്പോ പേർഷ്യൻ റോമൻ ചക്രവർത്തിമാരുടെ കൈവശമുണ്ടായിരുന്ന ആയുധകുമാരങ്ങളെക്കാളേറെ അത്യാധുനികമായ ആയുധങ്ങൾ സംഘടിപ്പിച്ചാണ് അവർ പോയത്. ഓല കയ്യിൽ ഈമാന്റെ ഒരു ശക്തി ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആന്റെ പാരായണം, പാതിര പകൽ സമയങ്ങളിൽ നോമ്പുകാരാ, രാത്രി സമയം ഉറക്കമൊഴി നമസ്കരിക്കുന്നവരാ, ഖുർആൻ പാരായണം ചെയ്യുന്നവരാ. ആ ശക്തി കൊണ്ട് അവർ ജയിച്ചു, നേടി. അത് മനസ്സിലാക്കിയിരുന്നു ശത്രുക്കളും. ഞാനൊരു വെറും വയൽ പറഞ്ഞവനായി മാറുന്നത്. ഈ ക്ലാസ് കൊണ്ട് പ്രയോജനം ഉണ്ടാവണം. നാം നമ്മുടെ സമൂഹത്തിന്റെ ദുരന്തങ്ങളെക്കുറിച്ച്, അത് അനുഭവിക്കുന്ന വിഷമങ്ങളെക്കുറിച്ച് പറഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നൊരു സമയത്ത് ഒരു തീരുമാനമുണ്ടാവണം. എന്റെ നാട്ടിൽ ഖുർആൻ പഠിക്കാനുള്ള സംവിധാനം തുടരും. വലിയ കാശ് മുടക്കി മദ്രസ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1 മണിക്കൂർ നേരമോ 2 മണിക്കൂറോ കഴിഞ്ഞാൽ പൂട്ടിയിടേണ്ട സ്ഥാപനം. നമ്മുടെ പള്ളികൾ മുദരിസുകളുണ്ട്, കുട്ടികളെ പഠിക്കുന്ന നമ്മുടെ ഇമാമുണ്ട്, ഖത്തീബുമാരുണ്ട്. അവർ ആ ഒരു നേരത്തെ 5 നേരത്തെ ഇമാമത്ത് നിൽക്കുകയോ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയമോ കഴിഞ്ഞാൽ ഫ്രീ ആണ് അവര്. ഒരുപാട് മനുഷ്യന്മാർ ബാർബർ ഷോപ്പിലും കവലകളിലും കലിങ്കുകളിലും രാഷ്ട്രീയം ചവച്ച് നേരം കല്ലുകയാണ്. ആ കുട്ടികൾ പിറകിപ്പോകുന്നത് 9 മണിക്ക് ശേഷമുള്ള സമയത്ത്. വീട്ടിൽ ജോലിയിരിക്കുന്ന സ്ത്രീകളോ പുരുഷന്മാരോ ഖുർആനുമായി കടന്നു വരട്ടെ. ഏത് വിഭാഗവും നടത്തട്ടെ, ഒരു വിരോധമില്ല. ഖുർആനല്ലേ, പഠിക്കട്ടെ. നിങ്ങളുടെ നാട്ടിലെ ഇമാമും ഖത്തീബായ ആളുകൾ, കുട്ടികളെ പഠിപ്പിക്കുന്ന മുദരിസുകൾ ഈ ആളുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കട്ടെ. ആ സമുദായത്തിന് നേരെ വിരൽ ചൂണ്ടാൻ, കൊഞ്ഞനം കുത്താൻ ശത്രുക്കൾ അറക്കും. അത് നമ്മുടെ വണ്ണം കൊണ്ട് കിട്ടുന്നതല്ല, പടച്ചോന്റെ കിതാബ് കൊണ്ട് കിട്ടുന്ന അഭൗതികമായ, നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്തൊരു ശക്തിയാണിത്. ഹൈബത്ത്, മറ്റുള്ളവന്റെ മനസ്സിൽ വിരൽ ചൂണ്ടാൻ തോന്നുന്ന പേടി. അതാ മുസൽമാന്റെ ജയം. അതിന് ഇവിടുന്ന് ശീലിക്കണം, അത് ശീലിച്ചു പോകണം. ഞാനെപ്പോഴും എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്നവരോട് പറയാറുണ്ട്, നിങ്ങൾ ക്ലാസ് കേൾക്കുന്നതും പഠിക്കുന്നതും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, ഇത് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് തൻ്റെ അടുത്തോടു കൂടിയാണ് പഠിക്കേണ്ടത്. ആ ഒരു അർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെ ഒരു മാറ്റം, ഒരു വിപ്ലവം അതിന് സമയമായിരിക്കുന്നു. അകലെയാണ് ആൾക്കാർ, അകലെയാണ്. ഉള്ള ദീനിയായ ബന്ധം പോലും മുറിഞ്ഞു പോയിട്ട് കണ്ട പാശ്ചാത്യ സ്വാധീനങ്ങളും ചാനലുകൾ വിളമ്പിത്തരുന്ന ഈ വൃത്തികേടുകളുടെ ഒക്കെ പിന്നാലെ പോവുകയാണ്. ഒരു സുഹൃത്ത് നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം വേറെ സുഹൃത്തും പറഞ്ഞിരുന്നു, പുതിയൊരു ട്രെൻഡ് തുടങ്ങാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. പുതിയാപ്പിള പോകുമ്പോൾ പുതിയാപ്പിളന്റെ കൂടെ വരുന്നവർക്ക് കൈമടക്ക് കൊടുക്കണമല്ലോ. ഇപ്പോൾ പുതിയാപ്പിളന്റെ കൂടെ വീട്ടിൽ ആള് വന്നാൽ ചില ഭാഗത്ത് തുടങ്ങിയൊരു സോക്കടാണ് ഇപ്പത്. അടിയുടെ പോരായ്മയാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് 5000-ഓ 10,000-ഓ ഈ പെണ്ണിന്റെ ഉപ്പ ഈ പുതിയാപ്പിളന്റെ കൂടെ വന്ന സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്നു. അവരത് അടിച്ചു പൊടിക്കുന്നു, കള്ള് കുടിച്ചു പൊടിക്കുന്നു എന്നർത്ഥം. അത് കിട്ടാത്തതിന്റെ പേരിൽ ആ വീട് അടിച്ചു തകർത്ത സംഭവത്തെ പറ്റി പറഞ്ഞൊരു സുഹൃത്തുന്ന് രാവിലെ. പുതിയാപ്പിളന്റെ കൂടെ വന്ന പോലെ കുറെ ആൾക്കാർ വീട്ടിൽ വന്നിട്ട് നമ്മൾ കേട്ടിട്ട് അന്തപ്പെടുകയാണ്. ഇതുവരെ കേൾക്കാത്തൊരു സംഭവം. പുതിയാപ്പിളയുടെ കൂടെ വന്ന ആളുകൾക്ക് ഈ വീട്ടിൽ നിന്ന് പിന്നെ പുതുവെണ്ണിന്റെ ഉപ്പ പുതിയാപ്പിളന്റെ അമ്മ ശാങ്ക കൈമടക്ക് കൊടുത്തില്ല, സമ്മാനം കൊടുത്തില്ല. 5000-ഓ 1000-ഓ ചോദിച്ചപ്പോ അതിന് ആ വീടിന്റെ ഗ്ലാസുകൾ തല്ലി പൊട്ടിച്ച്, സാധനങ്ങൾ കേടുവരുത്തി, പടക്കം പൊട്ടിച്ച് വൃത്തികേടാക്കി പോയി പോലും. ഏതാണ് ഈ വർഗം? കാട്ടുജാതിയോ? ഒരു സംസ്കാരത്തിന്റെ, ഒരു കിതാബിന്റെ അനന്തരാവകാശികളുടെ ഗതികേടായത്. മതപണ്ഡിതന്മാരുടെ നിയന്ത്രണത്തിൽ നിന്ന് സമുദായം ഒഴിഞ്ഞു പോകുന്നു. മതപണ്ഡിതന്മാർ അത് പറയാനുള്ള ഗഡ്സ് നഷ്ടപ്പെടുത്തുന്നു. ജീവിക്കണം എല്ലാവർക്കും, അത് മാത്രം. അതുകൊണ്ട് എവിടെയും തൊടാത്ത കാര്യങ്ങൾ പറഞ്ഞങ്ങനെ പോയാച്ചാൽ മതി എന്ന അവസ്ഥയിലേക്ക്, ഒരു ദൂരഭാഗത്തേക്ക് മതപണ്ഡിതന്മാർ ഒഴിഞ്ഞു പോവുകയാണ്. ഗുരുനാഥന്മാരോ ഉത്തരവാദപ്പെട്ടവരോ മക്കളെ നിയന്ത്രിക്കരുത് വീഴ്ച വരുന്നു. ആ അകൽച്ചയും വീഴ്ചയും ഒടുവിൽ ഒരു സമുദായത്തിന്റെ നാശത്തിലേക്കും ചീത്തപ്പേരിലേക്കും എത്തിപ്പെടുന്നു.